ഇതാണ് ഞങ്ങളെ വീടിനടുത്തുള്ള വിസ്മയ കർണാരത്തിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി. ഇവിടെ വളരെ വിപുലമായിട്ട് തന്നെ അദ്ദേഹം കൃഷി ചെയ്തിട്ടുണ്ട്. ഇതാ നോക്കൂ, ഇവിടെ നല്ലൊരു ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട്. നോക്കൂ കൂട്ടുകാരെ, നല്ലൊരു ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് പറിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ഇത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇതിൽ പിടിച്ച് കഴിഞ്ഞു. ഇപ്പം ഞാൻ അറിയില്ലായിരുന്നു ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഇതൊക്കെ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ മുട്ടാണ് ഇതിൻ്റെ. ഇതാ ഈ കവറിൽ അദ്ദേഹം പാകിയിരിക്കുന്നത് വിവിധ ഇനം നെൽവിത്തുകളാണ്. അപ്പം അത് മുളച്ച് വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പേരറിയെങ്കിലും ഒന്ന് കമൻ്റ് ഇടണേ ഗൈസ്. ഇതിവിടെ ഡ്രാഗൺ ഫ്രൂട്ട് അല്ല, സോറി, റംബൂട്ടാനും പിടിച്ചിട്ടുണ്ട്. ഞാനിത് മഴക്കാലമായതുകൊണ്ട് ഇപ്പം അത്ര കുറച്ച് കുറവേ ഉള്ളൂ. ഇതിൽ നിറയെ ഇവിടെ ഇത് പിടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? ഇത് സന്യാസിമാർ തപസ് ചെയ്യാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളം കൊണ്ടുപോകുന്ന ഒരു പാത്രമാണ്. ഇത് ഉണക്കി ഇതിൻ്റെ കുരുക്കെ എടുത്ത് പിന്നെ ഇതിൽ തപസ് ചെയ്യുമ്പോൾ സന്യാസിമാർ ഹിമാലയത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു കമ്മണ്ടലു എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ തൈ എവിടെ നിന്നാണ്? ഇത് തൈ ഇപ്പോൾ ഇവിടെ നട്ടിട്ടുണ്ട്. ഞാൻ വേറെ സ്ഥലത്ത് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ തൈ കിട്ടാനുണ്ട്. മരത്തിൽ പിടിക്കുമ്പോൾ 4-5 കായൊക്കെ പിടിക്കുന്നതാണ്. ഇത് ഏറ്റവും ചെറുതാണ്. ഇതിൻ്റെ വലുതെല്ലാം ഉണ്ടാണ്. അതല്ലേ, ഓക്കെ, താങ്ക് യു. ഇത് കാസർഗോഡൻ കുള്ളം പശുവാണ്. ഇതിന് തീറ്റയായിട്ട് സാധാരണ പുല്ലും പിണ്ണാക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വിളയിച്ചെടുത്ത 173 തരം നെൽവിത്താണ് ഇത് ഇവിടെ സംരക്ഷിക്കുന്നത്. ഇപ്പോൾ 190 ഇനം നെൽവിത്തുണ്ട്. ഇതേ നെൽവിത്ത് ഞാൻ ഈ വർഷം രണ്ടാമത് ഇപ്പോൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വിത്തിന് വേണ്ടിയിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെൽവിത്തൊക്കെ ഇവിടെ സംരക്ഷിക്കുന്നത്. അതിന്റെ പൗർണമി അല്ലേ? പൗർണമി പലവിധ വിത്തുണ്ട്. നാടൻ നമ്മുടെ കാസർഗോഡൻ വിത്തുണ്ട്. ഇതെങ്ങനെയാന്ന് മനസ്സിലാവുക ഓരോരോ നാടൻ വിത്ത്? അതൊക്കെ എല്ലാത്തിനും പേരും നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം ഓരോന്നിനും എല്ലാത്തിനും നമുക്ക് പേര് പ്രത്യേകിച്ച് നമുക്ക് ചോദിച്ചാൽ മനസ്സിലാവും. പിന്നെ ഒരു 10-300 ഇനം നെൽവിത്ത് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ പദ്ധതിയിലുള്ളത്. ഇപ്പോൾ 173 തരം, പിന്നെ 15 ഇനം വേറെ നെൽവിത്തുകളുണ്ട് സംരക്ഷിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ കിളികളാണ്. കുറേ കിളികളുണ്ട് ഇവിടെ. ഇതിൻ്റെ പേരറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.